Hello, hi, welcome back to Learnino. So, KTU BTech 2024 scheme S2 എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്കായിട്ട് നമ്മൾ ഒരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എല്ലാ സബ്ജക്റ്റിലും റിവിഷൻ സീരീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്ട് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മോഡ്യൂൾ വൈസ് ആയിട്ടാണ് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മോഡ്യൂളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അല്ലാതെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കേസ് സ്റ്റഡി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് പഠിക്കുക. കേസ് സ്റ്റഡി ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളുടെ ഒരു എന്താ പറയാ എങ്ങനെ അത് ആൻസർ ചെയ്യണം എന്ന് ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങളാണ്. പക്ഷെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നീട് ആ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ആ കേസ് അനുസരിച്ചിട്ട് വേണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിസിനസിനെ കുറിച്ച് അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം അത് ആൻസർ ചെയ്യാൻ. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ വരുന്നതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ ഫൈൻ. സോ ഫസ്റ്റ് ഇതിലൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പൊ അതോടുകൂടി നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സുമായി. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡിഫൈൻ ഇന്നോവേഷൻ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്നോവേഷൻ എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യാം, അതിന്റെ ഇമ്പോർട്ടൻസ് ഓണ്ടർപ്രണർഷിപ്പിൽ അതിലെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് തന്നെ നമുക്ക് പല രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവേഷൻ എന്നുള്ള ആ ഒരു ടേം നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. Innovation is defined as a process of bringing about new ideas, methods, products, services or solutions that have a significant positive impact and value. Okay, ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു നീറ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള കീ ഫാക്ടേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുക്കാം. Okay, next key components that make innovation possible in an organization. അപ്പോൾ നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക. ക്രിയേറ്റിവിറ്റി ആൻഡ് ഐഡിയ, കൾച്ചർ ഓഫ് ഇന്നോവേഷൻ, റിസോഴ്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ലീഡർഷിപ്പ് ആൻഡ് വിഷൻ, ഫീഡ്ബാക്ക് ആൻഡ് അഡാപ്റ്റേഷൻ, എഫക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ്. അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് വേണം ഇത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട്. ഇപ്പൊ നമുക്ക് 2 മാർക്കല്ല 3 മാർക്കിനുള്ള ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അതേസമയം നമുക്ക് കൂടുതൽ മാർക്കിനുള്ളത് വരുന്നതാണെങ്കിൽ ഇതിലെ ഓരോ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അത് മാർക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. Okay, next question, differentiate between copyright and patents in intellectual property right. അപ്പൊ IPR-ല് കോപ്പിറൈറ്റിന്റെയും പാറ്റന്റിന്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഫറൻഷിയേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് മാക്സിമം ഒരു ടേബിൾ വരച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്, നമുക്ക് പോയിന്റ്സ് ഒന്നും മിസ് ചെയ്ത് പോവുകയില്ല. അപ്പൊ നമ്മൾ ഇതിൽ കോപ്പിറൈറ്റും പാറ്റന്റും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് എഴുതുക. ദെൻ അതിന്റെ എന്തിലൊക്കെയാണ് ഈ കോപ്പിറൈറ്റ് ഏതിലൊക്കെയാണ് നമ്മൾ ആപ്ലിക്കബിൾ ആവുന്നത്, പാറ്റന്റ് എന്തിനൊക്കെയാണ് വരുന്നത്. ഇപ്പൊ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് അല്ലെങ്കിൽ മ്യൂസിക്, ഫിലിം, സോഫ്റ്റ്വെയർ കോഡ്, അതിലൊക്കെയാണ് നമ്മൾ കോപ്പിറൈറ്റ് പറയുക. അതേസമയം എന്തെങ്കിലും പുതിയ മെഷീൻസ്, അതിന്റെ പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പാറ്റന്റ് എടുക്കുക. ഓക്കെ, പിന്നെ അതിന്റെ ഓണർഷിപ്പ് റൈറ്റ് എന്തൊക്കെയാണ് ഉള്ളത്, അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ, ടേം ഓഫ് പ്രൊട്ടക്ഷൻ എന്താണ്, അതിനൊരു എക്സാമ്പിൾ, അതിന്റെ ഗവേണിംഗ് ലോ എന്താണ്. അപ്പൊ ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വരുന്നത്. അപ്പൊ ഈ നമ്മൾ ഇതിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനേക്കാളും നമുക്ക് ടേബിൾ വരച്ച് എഴുതുന്നതായിരിക്കും ഡിഫറൻഷിയേറ്റ് എന്ന് അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനും അതേപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും ഈസി ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഫോർ സ്റ്റാർട്ടിംഗ് എ ബിസിനസ് ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണത്. അപ്പൊ ചെറിയ മാർക്കിനും അല്ലെങ്കിൽ വലിയ മാർക്കിനും പാർട്ട് ബിയിലും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇന്ത്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ വേണ്ടത്, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒരു ബിസിനസ് സ്ട്രക്ചർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ആണോ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, LLP ആണോ, അതെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണോ, അപ്പൊ ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ആ ബിസിനസ് എൻറ്റിറ്റി രജിസ്റ്റർ ചെയ്യുക. പിന്നെ പാൻ അപ്ലൈ ചെയ്യുക, ടാൻ അപ്ലൈ ചെയ്യുക, അതാണ് മൂന്നാമത്തെ പോയിന്റ്. പിന്നെ വരുന്നത് GST രജിസ്ട്രേഷൻ ആണ്. GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്. സർവീസ് ആയിട്ടുള്ള ബിസിനസ്സും ഉണ്ട്, പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സും ഉണ്ട്. അപ്പം
അതിന് നമ്മൾ ടേൺ ഓവർ 40 lakhs എക്സീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് എടുക്കേണ്ടി വരുന്നത്. സർവീസ് ആണെങ്കിൽ 20 lakhs. അപ്പോൾ അല്ല നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ GST എടുക്കണം. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള ഫേംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് 4ാമത്തെ പോയിന്റ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലൈസൻസ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പൊ നമ്മൾ ഷോപ്പ് ഒക്കെയാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഒരു ഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ പ്രൊഫഷണൽ ടാക്സ്, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ FSIയുടെ ലൈസൻസ് എടുക്കണം. ഫാക്ടറി മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഫാക്ടറി ലൈസൻസ് എടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ലൈസൻസും രജിസ്ട്രേഷൻസും അത് നമ്മുടെ നാച്ചർ ഓഫ് ബിസിനസിന് അനുസരിച്ച് വരും. അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ്, നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ വേണം. നമ്മളുടെ സ്റ്റാർട്ടപ്പിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റേതായിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ബിസിനസ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വരുന്നത് ടാക്സേഷൻ ലോസ്, TDS GST കംപ്ലയൻസ്, ഇൻകം ടാക്സ് ഫയലിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന്റെ റെക്കോർഡ്സ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഒരിക്കലും ഒരു essay പോലെ വലിച്ചു വാരി എഴുതുന്നതിനേക്കാളും മാർക്ക് സ്കോർ ചെയ്യാനും നമ്മൾ പോയിന്റ്സ് ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ടീം ഡൈനാമിക്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഓണ്ടർപ്രണർഷിപ്പ്. ടീം ഡൈനാമിക്സ് അതായത് നമ്മൾ ടീം ഇന്ററാക്ഷൻസ് മനസ്സിലാക്കാതെ ഒപ്റ്റിമൈസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. അതായത് ടീം മെമ്പേഴ്സുമായിട്ടുള്ള ബിഹേവിയർ റിലേഷൻഷിപ്സും അതിന്റെ ഇന്ററാക്ഷൻസും ആണ് നമ്മൾ ടീം ഡൈനാമിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനും അത് എങ്ങനെയാണ് ഓണ്ടർപ്രണർഷിപ്പിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. അതിനുശേഷം അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ അതിൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ലീഡർഷിപ്പ് വരുന്നുണ്ട്, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് വരുന്നുണ്ട്, ഡൈവേഴ്സിറ്റി വരുന്നുണ്ട്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഷെയർഡ് ഗോൾസ്. ഇത്രയാണ് അതിന്റെ കീ കമ്പോണൻസ് വരുന്നത്. അപ്പൊ ഈ കീ കമ്പോണൻസ് എന്താണെന്നുള്ളത് എഴുതുക. പിന്നെ മാർക്കിനനുസരിച്ച്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇപ്പൊ 3 മാർക്കിന്റെ ഒക്കെ ചെറിയ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ടൈം അനുസരിച്ച് ചെയ്യാം, കാരണം എത്ര എഴുതിയാലും 3 മാർക്ക് കിട്ടുള്ളൂ. അതേസമയം നമുക്ക് പാർട്ട് ബിയിൽ വരുന്ന ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നും നമ്മൾ ബ്രീഫ് ചെയ്ത് തന്നെ എഴുതണം. ഓരോ പോയിന്റ്സും ഓരോ കീ കമ്പോണൻസും എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും എഴുതണം. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ 2 ഐഡിയ ജനറേഷൻ ടെക്നിക്സ് ആൻഡ് ഡിസ്ക്രൈബ് ദെയർ ആപ്ലിക്കേഷൻ. അപ്പൊ ഐഡിയ ജനറേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ലൈക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ, മൈൻഡ് മാപ്പിംഗ്, സ്കാമ്പർ ടെക്നിക്ക്, റോൾ പ്ലേയിങ്. അപ്പൊ ഇതിൽ 2 പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പഠിക്കാനും പറ്റുന്നത് അതിൽ ഏതെങ്കിലും 2 ടെക്നിക്ക് മാത്രം എടുക്കുക, എന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഞാൻ ഇതിപ്പം 5 തരാൻ കാരണം, ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഇപ്പൊ 2 അല്ല 3 4 ചോദിച്ചാലും ആൻസർ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ളത് കൂടെ വെച്ചത് കേട്ടോ. ഓക്കെ. Okay, next question, discuss the role of IPR in securing funding for startups. അതായത് ഒരു സ്റ്റാർട്ടപ്പിൽ നമുക്ക് ഫണ്ടിങ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ IPRന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് ഇന്നോവേഷൻ ആൻഡ് വാല്യൂ. അതായത് നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പിന് അതിന്റെ ഒരു വാല്യൂ, ഇപ്പൊ നമുക്ക് ലൈക്ക് ഇപ്പൊ നമുക്ക് എന്താണ് പാറ്റന്റ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് ഒരു ഇന്നോവേറ്റഡ് ആണെന്നുള്ള പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആ ഒരു വാല്യൂ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. 2ാമത്തത് ബിൽഡ്സ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് അതിനകത്തുണ്ട്, നല്ലൊരു ബ്രാൻഡ് ഉണ്ട്, നല്ല ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഒരു ബിസിനസ് അസറ്റ് ആണ് നമുക്കിപ്പം നമുക്കൊരു ഇത് കിട്ടുകയെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു പാറ്റന്റ് ഒക്കെ കിട്ടി, അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ബിസിനസ് അസറ്റ് ആണ്. ദെൻ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടെ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനൊക്കെ പോകുമ്പോൾ അവിടെയും അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് IPRന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ റോൾ എന്ന് പറയുന്നത്. പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ അത് ആൻസർ ചെയ്യാം. Okay, next one, discuss a framework for innovation and their application in engineering domain. അപ്പോൾ ഇന്നോവേഷൻ ഫ്രെയിംവർക്ക് അത് അതിന്റെ 7 സ്റ്റെപ്സ് ആണ് വരുന്നത്. സ്ട്രാറ്റജി ആൻഡ് വിഷൻ, ഐഡിയേഷൻ ആൻഡ് ഐഡിയ ജനറേഷൻ, ഐഡിയ സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ, പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ, കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്, ലീഡർഷിപ്പ്, സപ്പോർട്ട് ആൻഡ് കൾച്ചർ.
അപ്പോ നിങ്ങൾക്ക് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് ജസ്റ്റ് എന്താണെന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. പക്ഷെ നമുക്കിതിൽ എഞ്ചിനീയറിംഗ് ഡൊമൈനിലെ ആപ്ലിക്കേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കേസ് എടുത്തിട്ട് നമുക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് ഓരോ പോയിന്റും ഓരോ സ്റ്റെപ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയാലും മതി. ഓക്കെ, മാർക്ക് അനുസരിച്ച് അത് കൃത്യമായിട്ട് ചെയ്യാം, പോയിന്റ്സ് ഒന്നും വിട്ടുപോകരുത്. Next, explain the significance of identifying pain points in developing innovative solutions. Okay, pain points identify ചെയ്യുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ള. പെയിൻ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ചലഞ്ച്, ഫ്രസ്ട്രേഷൻസ്, അത് കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ യൂസേഴ്സ് ഫേസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അതിപ്പോ കോസ്റ്റ് ആവാം, ടൈം റിലേറ്റഡ് ആവാം, കൺവീനിയൻസ് റിലേറ്റഡ് ആവാം, ക്വാളിറ്റിയിലോ സർവീസിലോ യൂസബിലിറ്റിയിലോ എന്തിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചാലഞ്ചസും ആണ് ഈ പെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്നാ ചോദിക്കുന്നത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്താണ് കസ്റ്റമറിന് ആവശ്യമുള്ളത്, അതേപോലെ തന്നെ കസ്റ്റമറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും, കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ കൊണ്ടുവരാൻ പറ്റും, അതായത് നമ്മുടെ അതേ പ്രൊഡക്റ്റോ സർവീസോ ചെയ്യുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് ആ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റും, ലോയൽറ്റി കുറച്ചുകൂടി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ ആ പറഞ്ഞ 4 പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതുക. പിന്നെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിലും എഴുതാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഈസ് entrepreneurial mindset and how does it drive innovation? അപ്പൊ എന്താണ് entrepreneurial mindset എന്നുള്ളത് എഴുതുക. It is a set of skills that relies very heavily on positive and resilient thinking. അതിൽ നമുക്ക് learn to overcome challenges, think outside the box, influence and inspire people, stronger sense of self. ഈ 4 പോയിന്റ്സ് ആണ് ശരിക്കും അതിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ മാർക്ക് അനുസരിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. And last one, explain strategies for refining ideas to bring innovation to life. എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് വേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അതില് വാലിഡേറ്റ് ദ ഐഡിയ ആൻഡ് റിയൽ യൂസേഴ്സ്. നമ്മുടെ ഒരു ഐഡിയ അത് വാലിഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസൈൻ തിങ്കിങ് അപ്രോച്ച്, നമുക്കിപ്പം എങ്ങനെയൊക്കെയാണ് നമ്മുടെ നീഡ് എന്താണ്, അതേപോലെ തന്നെ നമുക്കൊരു കോർ പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ അതിനെ നാരോ ഡൗൺ ചെയ്തിട്ട് ഐഡിയേഷൻ കൊണ്ടുവരിക, പ്രോട്ടോടൈപ്പിലേക്ക് കൊണ്ടുവരിക, അത് ടെസ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, വീണ്ടും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെ. പിന്നെ SWOT അനാലിസിസ്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത മോഡ്യൂളിൽ വരുന്നുണ്ട്. പിന്നെ കൊളാബറേറ്റ് ആൻഡ് കോ ക്രിയേറ്റ്, കാരണം നമ്മുടെ ഇപ്പോ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ടീം ആലോചിക്കുമ്പോൾ, കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. അതിന് ബെറ്റർ ഐഡിയാസ് നമുക്ക് എടുക്കാം. മാർക്കറ്റ് അനാലിസിസും കോമ്പറ്റേറ്റീവ് അനാലിസിസും ഒക്കെ എടുക്കണം, കണ്ടിന്യൂസ് ഐറ്ററേഷൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അപ്പൊ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞതുപോലെ മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രീഫ് ചെയ്തിട്ടോ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പാറ്റേൺ ഒക്കെ. ഇത് കൂടാതെ നിങ്ങൾക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അതാത് കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. ഇത് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, കുറച്ചു പേർക്കെങ്കിലും സീരീസ് എക്സാമിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ഈ പേപ്പർ എന്ന് പറഞ്ഞു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഡിഫറെന്റ് പേപ്പർ തന്നെയാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ. പക്ഷെ ഇന്ന് ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ആലോചിച്ചിട്ട് പോയിന്റ്സ് കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള മോഡ്യൂൾസും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.